ബംഗളൂരുവിൽ ആശുപത്രിയുടെ മതിലിടിഞ്ഞ് വീണ് മരിച്ച 2 കുടുംബശ്രീ പ്രവർത്തകരുടെ വിയോഗത്തിൽ നാട്. എറണാകുളം രാമമംഗലം സ്വദേശികളായ ലതയുടെയും സ്മിതയുടെയും മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. പരിക്കേറ്റ 7 പേരിൽ ഒരു മലയാളി ഉൾപ്പെടെ 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. എറണാകുളത്ത് നിന്ന് വിനോദയാത്ര പോയ കുടുംബശ്രീ പ്രവർത്തകരാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ കർണാടക സർക്കാർ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അർജുൻ മട്ടന്നൂർ ഇപ്പോൾ സ്മിതയുടെ വീട്ടിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. അർജുൻ, ഇന്നലെ വൈകുന്നേരത്തോടുകൂടി വിമാനത്തിൽ തന്നെ തിരിച്ചു വരാനായിരുന്നു ഈ സ്മിതയും ലതയും അടക്കം കുടുംബശ്രീ പ്രവർത്തകർ ഇന്നലെ പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ വിധി മറ്റൊന്നായി തീർന്നു. ഇന്നിപ്പോൾ ഇരുവരുടെയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും. നാടിന് മുഴുവൻ തീരാ നോവായി മാറുകയാണല്ലേ ഇവരുടെ വിയോഗം, അർജുൻ? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, ഇന്നലെ പുലർച്ചെയാണ് ഈ കാണുന്ന വീട്ടിൽ നിന്ന് സ്മിത ബംഗളൂരുവിലേക്ക് പോയത്. സ്മിതയും അതോടൊപ്പം തന്നെ ലതയും അത്തരത്തിൽ അവരുടെ കുടുംബശ്രീ യൂണിറ്റിലെ ഏതാണ്ട് 6 പേരടക്കം ആകെ ജില്ലയിൽ നിന്ന് 56 പേരാണ് ബംഗളൂരുവിലേക്ക് പോയത്. ആദ്യമായി ഒരു വിമാനയാത്ര അടക്കം വലിയ സ്വപ്നങ്ങളുമായി പോയതാണ് ഇത്. സ്മിതയുടെ ഭർത്താവ് രഘു, അതോടൊപ്പം തന്നെ ഇവർക്ക് 3 പെൺമക്കളാണ് ഉള്ളത്. അനാമിക, അരുന്ധതി, ആവണി എന്നിങ്ങനെ 3 പെൺമക്കളാണുള്ളത്. ഇതിൽ സൗദിയിൽ നേഴ്സാണ് അനാമിക. അരുന്ധതി പഠിക്കുകയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഗ്രൗണ്ട് സ്റ്റാഫാണ് ആവണി. ഇത്തരത്തിൽ ഈ 3 പേരുടെയും പഠനമടക്കം എല്ലാ കാര്യങ്ങളും ചെയ്തത് സ്മിതയാണ് എന്നാണ് പറയുന്നത്. ചേട്ടാ, രഘു അല്ലേ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്? ചേച്ചിയായിരുന്നല്ലേ? ചേച്ചി ഞാനും കുഴപ്പമൊന്നുമില്ലാണ്ട് എല്ലാ കാര്യത്തിലും ഞങ്ങൾ തന്നെ എല്ലാം നോക്കിയായിരുന്നു. ഒരു കുഴപ്പമില്ലാതെ പെട്ടെന്നുള്ള സംഭവമായിരുന്നു. ഇന്നലെ ബാംഗ്ലൂർക്ക് പോകാനായിട്ട് ടൂറ് പോയതാണ്. ആ പോണ വഴിക്ക് ഞാൻ തന്നെ കൊണ്ടുവിട്ടത്. പെട്ടെന്നുള്ള സംഭവമായിരുന്നു. എന്നാ സംഭവിച്ചെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. എത്തിയിട്ട് വിളിക്കുകയൊക്കെ ചെയ്തു? ഇല്ല, വിളിച്ചിട്ട് കിട്ടണില്ല. അപ്പം തന്നെ അന്ന് ആക്സിഡൻ്റായി ഹോസ്പിറ്റലിൽ കയറ്റിയേക്കെന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, ആരും വിളിച്ചിട്ടില്ല. പിന്നെ രാവിലെയാണ് ഞങ്ങൾ അറിഞ്ഞത് ഇന്നലെ സംഭവം ഉണ്ടായത്. ഇപ്പോഴും ആശുപത്രിയിലാണെന്ന് ഞങ്ങൾ അറിഞ്ഞത്. പിന്നെയാണ് പറഞ്ഞത് ആള് ഇതായിപ്പോയി. ഇപ്പം ഇന്ന് തിരിച്ചു വരുന്നായിരുന്നോ പറഞ്ഞത്? തിരിച്ചു വരുമ്പോൾ ഒരു 12 ആവുമെന്ന് പറഞ്ഞു. പഞ്ചായത്തിൽ പൊതു റിസർവ് വെച്ചിട്ട് ഇന്നലെ പോയപ്പോൾ ഇന്ന് വരാനായിരുന്നോ? അതെ അതെ, ഇന്ന് വെള്ളിയാഴ്ച രാവിലെ വരുന്നതാണ് പറഞ്ഞിട്ടാണ് പോയത്, കൊണ്ടുവിട്ടത്. ഈ പെട്ടെന്നുള്ള സംഭവം നമുക്കറിയില്ല. ആദ്യമായിട്ടായിരിക്കുമല്ലേ വിമാനത്തിലൊക്കെ? ആദ്യമായിട്ട് കയറണം. അത് മോള് അവിടെയാണ്. അപ്പം മോള് തന്നെയാണ് കയറ്റി വിട്ടുന്നത് എല്ലാം. ഇളയ മോള് നെടുമ്പാശ്ശേരി അതെ, എയർപോർട്ടിൽ എയർ ഇന്ത്യയിലാണ് ജോലി ചെയ്യണത്. ഇന്നലെ ഞങ്ങളതെല്ലാം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഇത് പെട്ടെന്നുള്ള സംഭവം നമുക്കറിയില്ലല്ലോ. വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന ഒരു നോവായിട്ട് മാറുകയാണ് സ്മിതയുടെയും ലതയുടെയും